പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അല്പസമയത്തിനകം സമാപിക്കും. പുത്തരിക്കണ്ട മൈതാനത്താണ് രാഹുൽ ഗാന്ധി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് ഉടൻ പ്രകടനമായി പ്രവർത്തകർ മൈതാനത്തെത്തും. യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കും. കേരളം ജയിക്കും, യുഡിഎഫ് നയിക്കും എന്നാണ് ഇത്തവണത്തെ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. ആർ റോഷിപാലും എം ജി പ്രദേശും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം റോഷിപാലിലേക്ക് പോവുകയാണ്. റോഷിപാൽ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. റോഷിപാൽ, ഏറ്റവും ഗംഭീരമായി പുതുയുഗ യാത്ര, കേരളത്തിന് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ഒരു പുതുയുഗം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. അതിന് മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള ഒരു വലിയ സമാപന സമ്മേളനമാണ് യുഡിഎഫ് ലക്ഷ്യമിടുന്നത്. ഒരുക്കങ്ങൾ എത്ര? മാധു, ഫെബ്രുവരി 6-ന് കാസർഗോഡ് ആരംഭിച്ച ജാഥയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഈ ജാഥ നേരെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് നീങ്ങും. വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ബാൻഡ് വാദ്യമേളങ്ങളും അതുപോലെ അങ്ങനെ ഒട്ടേറെ കലാരൂപങ്ങളൊക്കെ അണിനിരന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ ജാഥ തുടങ്ങാനാണ് സാധ്യത. രാഹുൽ ഗാന്ധി 5 മണിയോടെയാണ് പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് ഇന്നത്തെ ഹൈലൈറ്റ്. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ രാഹുൽ ഗാന്ധി ആ മൈതാനിയിൽ നടത്തും എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഗ്യാരണ്ടി അവിടെ പ്രഖ്യാപിക്കുമോ? യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ നടപ്പിലാക്കും? അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ അതിന്റെ പ്രാഥമികമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് യുഡിഎഫ് കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് ഒട്ടാകെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ഈ ജാഥ സഞ്ചരിച്ചപ്പോൾ അവിടെ ജനങ്ങളുമായി സംവദിച്ചു പ്രതിപക്ഷ നേതാവും യുഡിഎഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും. അവിടെ അവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചു. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശാലമായ പ്രകടന പത്രിക കൂടി തയ്യാറാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആ പ്രകടന പത്രിക പുറത്തിറക്കുകയും ചെയ്യും. വലിയ പ്രതീക്ഷയാണ് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരത്തിലാണ് പ്രതീക്ഷ. സർക്കാരിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ അതൊക്കെ ഈ യാത്രയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് നിന്ന് തലസ്ഥാനത്ത് ഈ യാത്ര അവസാനിക്കുന്നത്. ആ യാത്ര അവസാനിക്കുമ്പോൾ അവിടെ വേദിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു തുടക്കം കൂടിയാകും. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ആ വേദിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഏതായാലും ഒരുക്കങ്ങൾ ഒന്നാകെ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം നേതാക്കൾ എല്ലാവരും ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിച്ചേരും. ആ ജാഥയിൽ പങ്കാളികളാകാൻ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള AICCയുടെ നിരീക്ഷകരും ഇന്ന് സമാപന സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കനയ്കുമാർ അടക്കമുള്ള ദേശീയ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്ന് വേദിയിൽ എത്തുന്നു. ഇതിനൊപ്പം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിലയിരുത്തുകയാണ്. ആ യോഗത്തിൽ KC വേണുഗോപാലും ഒപ്പം രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും സണ്ണി ജോസഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് പങ്കെടുക്കുന്നത്. ആ യോഗം കഴിഞ്ഞാൽ പിന്നാലെ തന്നെ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിച്ചേരും. അതിന് പിന്നാലെ ഇവിടെ ഈ ജാഥ തുടങ്ങുകയും ചെയ്യും. നിരവധി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രവർത്തകരാണ്. അവർ ആവേശത്തോടെ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും പ്രതിനിധികൾ ഈ സമാപന സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ആവേശത്തോടെ തന്നെയാണ്. കാരണം ഒരു മാസത്തിനപ്പുറത്തേക്ക് പിന്നിൽ തന്നെ നമുക്ക് ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുന്ന അണികളെയും കാണാം.